പലപ്പോഴും നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, എന്റെ പൂർവ്വപിതാക്കൾ എന്താണോ ചെയ്തത് അതിന്റെ അപ്പുറം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല, എന്റെ പ്രപിതാക്കളിലൂടെ കണ്ടതെന്തോ അതാണ് ഞങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു മനോഭാവം, പ്രിയമുള്ളവരെ, അതൊരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. പരലോകത്ത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഏത് പ്രവാചകന്മാർ വന്നുകൊണ്ട് ജനങ്ങളോട് ഈ ആദർശം പറഞ്ഞു കൊടുക്കുമ്പോഴും അല്ലാഹനെ മാത്രം ആരാധിക്കണേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും ആ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞതെന്താണ്? ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി അബാഅനാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവ്വപിതാക്കളിൽ നിന്ന് കണ്ടുവരുന്ന ഒരു ആദർശമുണ്ട്, ഞങ്ങളുടെ പൂർവ്വപിതാക്കളിലൂടെ കണ്ടുവരുന്ന ഒരു ജീവിത രീതിയുണ്ട്, ഞങ്ങളുടെ പൂർവ്വപിതാക്കളിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മതാചാരങ്ങളുണ്ട്, അത് മതി ഞങ്ങൾക്ക് എന്നായിരുന്നു അവർ മുഴുവൻ പറഞ്ഞിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹി വഇല റസൂൽ, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ കടന്നു വരൂ എന്ന് അവരോട് പറയുമ്പോഴെല്ലാം അവർ പറയുന്ന മറുപടി എന്താണ്? ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. ഞങ്ങളുടെ പൂർവ്വപിതാക്കളായി എന്റെ വാപ്പപ്പാപ്പാരായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസമുണ്ട്, ഞങ്ങളുടെ വാപ്പപ്പാപ്പാരായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളുണ്ട്, നിങ്ങളുടെ പുത്തൻവാദമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു സകല പ്രവാചകന്മാരോടും അള്ളാന്റെ ദീന് പറയാൻ കടന്നു വന്ന സകല പ്രവാചകന്മാരോടും ജനങ്ങൾ പറഞ്ഞിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സമീപനം ഒരു വിശ്വാസിക്കുണ്ടായിക്കൂടാ, സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾക്കുണ്ടായിക്കൂടാ. മറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ ഇന്നതാ പഠിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നതാ പഠിപ്പിച്ചത്. അത് സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അവർക്കാണ് സ്വർഗമുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ലാ. ബനൂ ഇസ്രായീലരായ ആളുകൾ അവർ 72 വിഭാഗമായി പിരിഞ്ഞുപോയി. അവർ 72 വിഭാഗമായി പിരിഞ്ഞുപോയി. വസതഫ്തരിഖു ഉമ്മത്തി, എന്റെ സമുദായം അവർ പിരിഞ്ഞു പോകും അതിനേക്കാൾ ഒരു പടി മുന്നിലായിക്കൊണ്ട് 73 വിഭാഗമായി എന്റെ സമുദായം പിരിഞ്ഞു പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജൂതരും ക്രൈസ്തവരും 71 72 വിഭാഗമായി, എന്റെ സമുദായം അതിനേക്കാൾ ഒരു പടി മുന്നിലാണ്. അവർ ഭിന്നതയുടെ കാര്യത്തിൽ ഒരു പടി കൂടി മുന്നിൽ നിൽക്കും. 73 കക്ഷികളായി അവർ പിരിഞ്ഞു പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലുഹും ഫിന്നാർ, എല്ലാ കക്ഷികളും നരകത്തിലാണ്, എല്ലാവരും സ്വർഗത്തിലാണ് എന്നല്ല പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം 73 കക്ഷികളായി പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരും സ്വർഗത്തിലാണ് എന്നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴികെ. കണ്ടോ, ഒരു വിഭാഗമല്ലാത്ത 72 കക്ഷികളും അവർ നരകത്തിലാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ജൂതന്മാരും ക്രൈസ്തവരും 71 72 വിഭാഗമായി. എന്നാൽ എന്റെ സമുദായം, നമ്മളൊക്കെ ചിന്തിക്കുന്ന മുസ്ലിം സമൂഹം എല്ലാവരും ഖിയാമത്ത് നാൾ വരെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ സമുദായം 73 വിഭാഗമായി പിരിഞ്ഞു പോകും. ആ 73 വിഭാഗത്തിൽ എല്ലാം ഇസ്ലാം എന്നെ പറയുന്നത്, എല്ലാവരും ഖുർആൻ എന്നെ പറയുന്നത്, എല്ലാവരും സുന്നത്ത് തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിലാണ് എന്നല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴികെ. ഏതാണ് ഒരു വിഭാഗം? ഏതാണ് ഒരു വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ഒരു വിഭാഗം മാ അന അലൈഹിൽ യൗമ വസഹാബി, ഇന്ന് ഞാനും എന്റെ സഹാബത്തും നിലനിൽക്കുന്ന ആദർശത്തിൽ, ഞാനും എന്റെ സഹാബത്തും മതമായി കൊണ്ട് ആചരിക്കുന്ന ആചാരത്തിൽ ആരാണോ നിലകൊള്ളുന്നത് അവരാണ് സ്വർഗത്തിൽ പോകുന്ന കക്ഷികൾ. ബാക്കിയുള്ള മുഴുവൻ 72 കക്ഷികളും നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഭൂരിപക്ഷം ആളുകൾ സ്വർഗ്ഗത്തിൽ പോകുന്നല്ല, ന്യൂനപക്ഷം ആളുകൾ സ്വർഗ്ഗത്തിൽ പോകുന്നല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജീവിതത്തിൽ മതരംഗത്ത് ഒരു നിലപാട് സ്വീകരിക്കുന്നവർ സ്വർഗ്ഗത്തിൽ പോകുമെന്നാണ്. ഏതാണ് ആ നിലപാട്? മാ അന അലൈഹിൽ യൗമ വസഹാബി, ഞാനും എന്റെ സഹാബത്തും മതമായി കൊണ്ട് ആചരിക്കുന്ന ആചാരങ്ങൾ, വിശ്വാസമായി കൊണ്ട് സ്വീകരിക്കുന്ന വിശ്വാസങ്ങൾ ആരാണോ മുറുകെ പിടിക്കുന്നവർ അവരാണ് സ്വർഗ്ഗത്തിൽ പോകുന്ന കക്ഷികൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വ്യത്യസ്തമായ വിഭാഗങ്ങളിൽപ്പെട്ടവരാകാം, വ്യത്യസ്തമായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരാകാം. അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സ്വർഗ്ഗത്തിൽ പോകുന്ന വിഭാഗത്തിലാണോ ഞാനും നിങ്ങളും ഉള്ളത് എന്ന ഒരു പരിശോധനയാണ് നമുക്കുണ്ടാകേണ്ടത്.
ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരുഭൂമിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ആ മണലിലൂടെ ഒരു നേർരേഖ എന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിന്റെ ചുറ്റുഭാഗത്തും മറ്റു പല രേഖകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേർരേഖ കാണിച്ചു കൊടുത്തുകൊണ്ടാ പറഞ്ഞത്, വ അന്ന ഹദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ആ മണൽ വരച്ച നേർരേഖ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു അൻആമിന്റെ 153-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുന്നത്. വ അന്ന ഹദാ സിറാത്തി മുസ്തഖീമാ, ഈ നേർരേഖ, ഈ വളവില്ലാത്ത ഋജുവായ വക്രതയില്ലാത്ത നേർരേഖയുണ്ടല്ലോ, ഇതാണ് എന്റെ സിറാത്തുൽ മുസ്തഖീം. ഫത്തബിഊഹു, അതിനെയാ നിങ്ങൾ പിൻപറ്റേണ്ടത്. സഹാബത്തിനോട് ഓതിക്കൊടുക്കുകയാണ്, അതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉസ് സുബൽ, ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള മറ്റു പല രേഖകളുമുണ്ട്, അതിനെയൊന്നും നിങ്ങൾ പിൻപറ്റിക്കൂടാ. ഫതഫറഖ ബികും അൻ സബീലിഹി, അതെല്ലാം അല്ലാഹുവിന്റെ മാർഗ്ഗത്തെ തൊട്ട് നിങ്ങളെ തെറ്റിച്ചു കളയുന്നതാണ്. ദാലികും വസ്വാകും ബിഹി, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഉപദേശമാണത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണത്. പ്രിയമുള്ളവരെ, ആ സിറാത്തുൽ മുസ്തഖീമിലാകാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ദിനേന നിർബന്ധമായും 17 തവണ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ചൊവ്വായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി കാണിക്കണേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗ്ഗമാണത്. ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത്? പ്രവാചകന്മാരാണ്, സുദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വഹസുന ഉലൈക റഫീഖാ, എത്ര നല്ല കൂട്ടുകാരാണവർ. അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാനാണ്, അവരുടെ കൂടെ ചേർക്കാൻ റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗമാണത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗ്ഗമല്ല. വലല്ലാലീൻ, നീ വഴി പിഴപ്പിച്ചവരുടെയും മാർഗ്ഗമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പടച്ച റബ്ബിനോട് ആ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ഞാൻ ആചരിക്കുന്ന ആചാരങ്ങൾ അത് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ എന്ന് പരിശോധിക്കുകയും അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനും, എന്നിട്ട് എന്താണോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, എന്താണോ സഹാബത്ത് ചെയ്തത്, അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കണം. അതാണ് വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ. ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ? ആ ചൊവ്വായ മാർഗത്തിന്റെ പ്രത്യേകത എന്താണ്? അവ്യക്തതയില്ലാത്ത മാർഗമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, ഏറ്റവും പ്രകാശപൂരിതമായ മാർഗത്തിലാണ് നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത്. ഒരിക്കലും ഒരാൾക്കും ഒരു ഇരുട്ടിന്റെ ഒരു ശകലം പോലും കാണാൻ കഴിയാത്ത വെളിച്ചത്തിന്റെ മാർഗമാണ് ഇസ്ലാമിന്റെ മാർഗം. തികഞ്ഞ ബോധ്യപ്പെടുന്ന മാർഗമാണ് ഇസ്ലാമിന്റെ മാർഗം. ആർക്കും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന മാർഗമാണ്. വഴിതെറ്റിപ്പോകാൻ പ്രിയമുള്ളവരെ സാധ്യതയില്ലാത്ത മാർഗമാണ് അത് പഠിക്കുന്നവർക്ക്. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് പ്രകാശപൂരിതമായ മാർഗത്തിലാണ്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാവ് പോലും പകൽ പോലെ പ്രശോഭിതമാണ്. രാവിന്റെ ഇരുട്ട് പോലെ ഇരുട്ട് മൂടിയതല്ല, അതിന്റെ രാവ് പോലും പ്രകാശപൂരിതമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യസീഹു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, അതിൽ നിന്ന് തെറ്റിപ്പോകുന്നവൻ സ്വയം അതേ വഴി പിഴച്ചവൻ അല്ലാതെ മറ്റാരുമല്ല. സ്വയം നശിക്കാൻ തീരുമാനിച്ചവനല്ലാതെ ആ മാർഗം വിട്ടു പോവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായാലും, ഏത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ നാട്ടിലുള്ള ഉസ്താദ് എന്താ പറയുന്നത്? എന്റെ നാട്ടിൽ ഞങ്ങൾ കാലങ്ങളായി കണ്ടുവരുന്ന ആചാരം എന്താണ്? എന്റെ നാട്ടിൽ പൂർവികരായ ആളുകൾ എന്താ ചെയ്തത്? ഇതൊന്നുമല്ല.
അതേ പ്രിയമുള്ളവരെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നേരായ മാർഗത്തെ സ്വീകരിക്കാനുള്ള വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ ഗല്ലൂ അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കക്ഷികളായി മുസ്ലിം സമുദായം മാറുമെന്ന് പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കക്ഷിത്വങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്ന് അതിന്റെ ഒരു പരിഹാരം അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്കു ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ധാരാളം അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നെഞ്ചത്ത് കൈകെട്ടുന്നവരെ നിങ്ങൾക്ക് കാണാം, വയറിൽ കൈകെട്ടുന്നവരെ കാണാം, കൈ കെട്ടാത്തവരെ കാണാം, സുബഹിൽ കുനൂത്തോതുന്നവരെ കാണാം, കുനൂത്തോതാത്തവരെ നിങ്ങൾക്ക് കാണാം, ഫർള് നമസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നവരെ കാണാം, കൂട്ടുപ്രാർത്ഥന നടത്തരുതെന്ന് പറയുന്നവരെ കാണാം, നബിദിനാഘോഷം നടത്തുന്നവരെ കാണാം, നബിദിനാഘോഷം നടത്താൻ പാടില്ല എന്ന് പറയുന്നവരെ കാണാം. പ്രിയമുള്ളവരെ, പല നിലക്കുമുള്ള സലാത്ത് കച്ചവടക്കാരെ കാണാം, സലാത്ത് കച്ചവടം ചെയ്യരുത്, സലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിക്കുന്നവരെ കാണാം. അതുപോലെ തന്നെ ഖബർ വ്യവസായം നടത്തുന്നവരെ കാണാം, ഖബർ കെട്ടിപ്പൊക്കരുതെന്ന് പറയുന്നവരെ കാണാം. എല്ലാം ഇസ്ലാമിന്റെ ഈ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ധാരാളം ഭിന്നാഭിപ്രായങ്ങളെ കാണാൻ കഴിയും. അവിടെ എങ്ങനെയാണ് ഒരു വിശ്വാസി ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅലൈക്കും ബിസുന്നതി, അവർക്ക് എന്റെ ചര്യയുണ്ട്, എന്റെ ചര്യയുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? ഫർള് നമസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തണമെന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? എങ്കിൽ അത് ചെയ്യണം. അവിടുന്ന് ചെയ്തിട്ടില്ലേ? അത് ചെയ്യാൻ പാടില്ല. പ്രവാചക സ്നേഹം എന്ന പേര് പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷം നടത്തണമെന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? എങ്കിൽ അത് ചെയ്യണം. അവിടുന്ന് നബി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹത്തിന്റെ ഭാഗമായി അവിടുന്ന് അവിടുത്തെ സഹാബത്തും നബിദിനാഘോഷം നടത്തിയിട്ടില്ലേ? അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി ഓരോ രംഗത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുണ്ട്. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകളുടെ മാർഗമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഗല്ലൂ അലൈഹാ ബിന്നവാജിദ്, അതിനെ നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണേ. വഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ, മതത്തിലേക്ക് പുതിയതായി കടന്നു വന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ. എല്ലാ മതത്തിലേക്ക് പുതിയതായി വന്നതും അത് വഴികേട് തന്നെയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പൊ പ്രിയമുള്ളവരെ, ഏത് തർക്കത്തിന് ഒരേ ഒരു പരിഹാരമുള്ളൂ. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? സ്വഹാബത്ത് എന്താ മതമായി ജീവിതത്തിൽ ആചരിച്ചത്? ഈ ഒരു പരിശോധനയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഭൂരിപക്ഷം എന്ത് ചെയ്തു എന്നല്ല. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലൂക അൻ സബീലില്ലാഹ് ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വഇൻഹും ലാ യഖ്റുസൂൻ, ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെയാണ് നിങ്ങൾ പിൻപറ്റുന്നതെങ്കിൽ യുദില്ലൂക അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് അവർ നിങ്ങളെ തെറ്റിച്ചു കളയുന്നതാണ്, വഴിപിടപ്പിച്ചു കളയുന്നതാണ്. ഇൻ യത്തബിഊന ഇല്ലല്ലന്ന, അവർ പിൻപറ്റുന്നത് ഊഹങ്ങളെയാണ്, പ്രമാണങ്ങളെയല്ല. എന്താണ് ഖുർആൻ പറയുന്നത് എന്നല്ല അവർ സ്വീകരിക്കുന്നത്, എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്നല്ല അവർ സ്വീകരിക്കുന്നത്. അവർ ഊഹങ്ങളെയാണ് പിൻപറ്റുന്നത്. വഇൻഹും ലാ യഖ്റുസൂൻ, അവർ ചില അനുമാനങ്ങൾ സ്വീകരിക്കുകയാ ചെയ്യുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഊഹങ്ങളല്ല, തോന്നലുകളല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതെന്തോ അതാണ് ദീൻ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു കാര്യം മതത്തിൽ ചെയ്യാൻ അനുവാദമില്ല. അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു കാര്യം മതമായി ആചരിക്കാവതല്ല. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും മതത്തിലേക്ക് പുതിയതായി കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്നതിനെയും കൊണ്ടുവന്നവനെയും നിങ്ങൾ തള്ളിക്കളയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീൻ എന്ന നിലക്ക് മതത്തിലേക്ക് ആരാണോ കൊണ്ടുവന്നത് അവനെയും ആ കൊണ്ടുവന്നതിനെയും തള്ളിക്കളയണം.
എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനാ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും മതത്തിൽ ഒരു പുതിയ കാര്യം കൊണ്ടുവരികയും നന്മയെന്ന നിലക്ക് നല്ലതെന്ന നിലക്ക് കൊണ്ടുവരികയും ഒരു പുതിയ കാര്യം കൊണ്ടുവന്നാൽ ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പൂർത്തീകരിച്ചുകൊണ്ടാ കടന്നുപോയത്. അതിലേക്ക് ഒരു ഹർഫും കൂട്ടാൻ കഴിയാത്ത രൂപത്തിൽ, ഒന്നും എടുത്തു കളയാൻ കഴിയാത്ത രൂപത്തിൽ ഇസ്ലാം പരിപൂർത്തീകരിച്ചുകൊണ്ടാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കടന്നുപോയത്. ഇനി അതിലേക്ക് ഒരാൾ ഇത് ഒരു നല്ലതെന്ന നിലക്ക് കൊണ്ടുവന്നാൽ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞ കാര്യം ശരിയല്ല എന്നാണ് അവൻ വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, മതത്തിലേക്ക് പുതിയതായി എന്ത് കൊണ്ടുവന്നോ എല്ലാം ബിദ്അത്ത് തന്നെയാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ മതത്തിലേക്ക് പുതിയതായി കൊണ്ടുവന്ന കാര്യങ്ങളും അത് വഴികേടുമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അത് നമ്മുടെ നേതാവ് പഠിപ്പിച്ചതാണോ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ പ്രവാചകൻ അത് പഠിപ്പിച്ചത് എങ്ങനെയാണ്? അവിടുത്തെ ഇഷ്ടാനുസരണമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിയത് പഠിപ്പിച്ചതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാനാകാശത്തിന്റെ അപ്പുറത്ത് നിന്നതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന വഹി ഇറക്കി കൊടുക്കുകയാണ്. ആ നിലക്കാണ് ദീനിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ടോയ്ലറ്റിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാ? വഹ്യ് മുഖേനയാണ്. വഹ്യ് മുഖേനയാണ് പ്രിയമുള്ളവരെ. എങ്ങനെയാണ് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്? ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ പഠിപ്പിച്ചു? അത് വഹ്യിന്റെ അടിസ്ഥാനത്തിലാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ദീൻ പറഞ്ഞ പ്രവാചകനല്ല. അവിടുന്ന് സ്വന്തം തോന്നിയത് ദീനായി കൊണ്ട് പഠിപ്പിച്ച പ്രവാചകനല്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ് ദീനായി പഠിപ്പിച്ചത്. അപ്പൊ ദീനിന്റെ ഏത് കാര്യമുണ്ടോ എല്ലാം വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാം വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. നമസ്കരിക്കുന്നത് എങ്ങനെ നമസ്കരിക്കണം, എത്ര സുജൂദ് ഉണ്ടാകണം, എത്ര റുക്കൂ ഉണ്ടാകണം, എന്ത് ചൊല്ലണം, എന്താണ് അവിടെ പറയേണ്ടത് എന്നിങ്ങനെ തുടങ്ങി എല്ലാ ആരാധനകളിലും സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, അതിന്റെ എണ്ണം എത്രയാണ്, ഇങ്ങനെ തുടങ്ങി ഓരോ രംഗത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ കാര്യം പഠിപ്പിച്ചത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. വഹയിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ആരാണിത് പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അണ്ടകടാഹങ്ങളെ അടക്കി ഭരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത്. ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. ആ പ്രവാചകൻ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നോ അതിനെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കണേ. ആ പ്രവാചകൻ നിങ്ങൾക്ക് എന്തൊന്ന് വിരോധിച്ചുവോ അതിൽ നിന്ന് പരിപൂർണമായും മാറി നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. കാരണം ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെ സ്വീകരിച്ചവർക്ക് ആ സ്വർഗ്ഗമുള്ളത്. അവർക്കേ സ്വർഗമുള്ളൂ, അല്ലാത്തവർക്ക് സ്വർഗല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാവരും 73 കക്ഷികളാകുമ്പോൾ, എന്റെ സമുദായം 73 കക്ഷികളാകുമ്പോൾ എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ ജനവിഭാഗം ഒഴികെ. എന്താ അവരുടെ പ്രത്യേകത? മാ അന അലൈഹിൽ യൗമ വസഹാബി, ഞാനും എന്റെ സഹാബത്തും അവർ മതമായി സ്വീകരിച്ചതിനെ മതമായി സ്വീകരിച്ചവർ ആരോ അവരാണ് സ്വർഗത്തിൽ പോകുന്ന ഒരേ ഒരു കക്ഷി. അവരെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്, അവരെയാണ് ഫിറഖത്തുൻ നാജിയ, ത്വായിഫത്തുൽ മൻസൂറ എന്നൊക്കെ പണ്ഡിതന്മാർ പേരിട്ട് വിളിച്ചത്. അതാ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതാണ് ദീൻ, അതല്ലാത്ത ദീനായി കൊണ്ട് ആചരിച്ചുകൂടാ. ഇനിയാണ് പ്രിയമുള്ളവരെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. മുസ്ലിം സമുദായത്തിൽ വേരൂന്നിയിട്ടുള്ള ധാരാളക്കണക്കിന് ദുരാചാരങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആചാരങ്ങൾ. അതിലൊന്നാണ് മാല മൗലൂദുകൾ.
അല്ലേ? മാലയും മൗലൂദുകളും കുത്തുബിയ്യത്തുകളും റാത്തീബുകളും പക്ഷിപ്പാട്ടുകളും കപ്പപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും എല്ലാം ദീനായി കൊണ്ട് ആചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം ഈ കേരളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് പ്രിയമുള്ളവരെ ഇത് മതമായി പഠിപ്പിച്ചത്? ആരാണ് മതമായി പഠിപ്പിച്ചത്? അല്ലേ? കുത്തുബിയ്യത്ത് എന്ന് പറയുന്നത് മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുള്ളയുടെ പേരിൽ തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിലുള്ള സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന വ്യക്തി എഴുതി ഉണ്ടാക്കിയതാണ്. ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാനാണ് പറയുന്നത്. ആരാണ് കുത്തുബിയ്യത്ത് എഴുതി ഉണ്ടാക്കിയത്? തമിഴ്നാട്ടുകാരനാണ്. കായൽ പട്ടണത്തിലുള്ള സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതി ഉണ്ടാക്കിയതാണ്. അയാൾ ജനിക്കുന്നത് എപ്പോഴാണ്? ഹിജ്റ 1040 ജനിച്ച വ്യക്തിയാണ്. അടിവരയിട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഹിജ്റ 1040 ജനിച്ച് ഹിജ്റ 1115 മരിച്ച തമിഴ്നാട്ടുകാരനായ സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന വ്യക്തി എഴുതിയുണ്ടാക്കിയ കുത്തുബിയ്യത്ത് എന്ന് പറയുന്ന ഈ ഒരു നേർച്ചപ്പാട്ട് അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ. എന്താണ് അവരുടെ വിശ്വാസം? ഇത് ചൊല്ലിയാൽ സ്വർഗം കിട്ടുമെന്നാണ്. ഇത് ചൊല്ലിയാൽ മുഹിയുദ്ദീൻ ശൈഖിന്റെ ശഫാഅത്ത് കിട്ടുമെന്നാണ്. അല്ലേ? ഹിജ്റ 1040 ജനിച്ച മനുഷ്യനാണ് ഇതെഴുതി ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഹിജ്റ 1040 വരെ ജനിച്ച ഒരൊറ്റ മനുഷ്യനും ഒരൊറ്റ മുസ്ലിമിനും ഈ കുത്തുബിയ്യത്ത് പരിചയമില്ല. ഹിജ്റ 1040 വരെ ജനിച്ച ഒരൊറ്റ മുസ്ലിമിനും അല്ലേ? സ്വഹാബത്തിന് പരിചയമില്ല, താബിഉകൾക്ക് പരിചയമില്ല, തബഉ താബിഉകൾക്ക് പരിചയമില്ല, ഇമാം ശാഫിഈക്ക് പരിചയമില്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പരിചയമില്ല, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പരിചയമില്ല, ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് പരിചയമില്ല. ഹിജ്റ 1040 വരെ ജനിച്ച ഒരൊറ്റ മുസ്ലിമിനും കുത്തുബിയ്യത്ത് പരിചയമില്ല. അതുവരെ ജനിച്ച ഒരൊറ്റ മനുഷ്യനും സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് കുത്തുബിയ്യത്ത് ചൊല്ലിയിട്ടില്ല. അതുവരെ ജനിച്ച ഒരൊറ്റ മുസ്ലിമും ഈ കുത്തുബിയ്യത്ത് നേർച്ചപ്പാട്ടായി ആചരിച്ചിട്ടില്ല. അല്ലേ? ഇതാ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സ്വഹാബത്തിന് പരിചയമുള്ളതാണ്. ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചവർ ആരാണ്? ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമരായ ആളുകൾ എന്റെ സഹാബത്താണ്, എന്റെ നൂറ്റാണ്ടിലുള്ള സഹാബത്താണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വന്ന താബിഉകളാണ്, പിന്നീട് അതിനുശേഷം വന്ന തബഉ താബിഉകളാണ്. ഇവരാരെങ്കിലും ഇന്നാട്ടിലുള്ള ഈ ബേക്കലിലുള്ള എന്റെ സാധാരണക്കാരായ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ഒന്നും ലഭിക്കാനല്ല ഇത് ഞങ്ങൾ പറഞ്ഞു പോകുന്നത്. നാളെ ഒരു സ്വർഗവും നരകവും വരാനുണ്ട്, ഒരു വിചാരണ നേരിടാനുണ്ട്, പരലോകത്ത് കടന്നു വരും. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കാത്ത പലതും ചെയ്ത് ക്ഷീണിച്ച് കടന്നു വന്ന ആളുകൾ ഖുർആൻ പറയുന്നുണ്ട്, ആമിലത്തുൻ നാസിബാ തസ്ലാ നാറൻ ഹാമിയാ. അതേ പ്രവർത്തിച്ച് ക്ഷീണിച്ച കുറെ ആളുകൾ നാളെ പരലോകത്ത് വരും. പക്ഷേ നരകത്തിലിട്ടുകൊണ്ട് അവർ എരിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ കുത്തുബിയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല, സ്വഹാബത്ത് ചൊല്ലിയിട്ടില്ല, താബികൾ ചൊല്ലിയിട്ടില്ല, തബഉ താബികൾ ചൊല്ലിയിട്ടില്ല, ഏറ്റവും പ്രസിദ്ധരായ 4 ഇമാമുകൾ ചൊല്ലിയിട്ടില്ല. ഹിജ്റ 1040 വരെ ജനിച്ച ഒരൊറ്റ മുസ്ലിമും കുത്തുബിയ്യത്ത് ചൊല്ലിയിട്ടില്ല. ഇതെങ്ങനെയാണ് ഇസ്ലാമാകുന്നത്? ഇതെങ്ങനെയാണ് ഇസ്ലാമാകുന്നത്? അതാണ് വിശദീകരിക്കേണ്ടത് പ്രിയമുള്ളവരെ. ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാതെ ഔലിയാക്കളെ സ്നേഹിക്കാത്തവരല്ല, ഔലിയാക്കളുണ്ട് എന്ന് പഠിപ്പിക്കുന്നവരാ മുജാഹിദുകൾ. ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടാകാം. ഇവർക്ക് പ്രവാചകന് സ്നേഹമില്ലാത്തവരാണ്, ഇവർക്ക് ഔലിയാക്കളില്ലാത്തവരാണ്, ഇവർ പ്രാർത്ഥനയില്ലാത്തവരാണ്, ഇവർ സ്വലാത്തില്ലാത്തവരാണ്. ഇങ്ങനെ പലതും മുജാഹിദുകളെ സംബന്ധിച്ച്, സലഫികളെ സംബന്ധിച്ച് കേട്ട് അത് മനസ്സിലാക്കിയ, അങ്ങനെയാണെന്ന് വിശ്വസിച്ചു പോയ പാവപ്പെട്ടവരായ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നടക്കുന്ന സംസാരങ്ങളെ നിങ്ങൾ സ്വതന്ത്രമായ മനസ്സുമായി ഒന്ന് കേൾക്കാൻ തയ്യാറാവുക, കേൾക്കുക. നിങ്ങൾക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാം. ശരിയെങ്കിൽ സ്വീകരിക്കാം, ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. ആരെയും നിർബന്ധിക്കുന്ന സമീപനം സലഫികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഇസ്ലാമിൽ ഇല്ല നിർബന്ധിക്കുന്ന സമീപനം. ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം, ആവശ്യമുള്ളവർക്ക് നിഷേധിക്കാം. പക്ഷേ പരലോകം വരാനുണ്ട്. റബ്ബിന്റെ കോടതിയിലെത്തിയാൽ കുറെ പ്രവർത്തിച്ച് പലതും ചൊല്ലിയവരാണ്, പലതും ചെയ്തവരാണ്. പക്ഷേ അള്ളാന്റെ കോടതിയിൽ നാളെ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഏറ്റവും ദൗർഭാഗ്യവാന്മാരായ മനുഷ്യരാകാതിരിക്കാനാണ്. അതുകൊണ്ടാണ് ഇത് കൃത്യമായി പറഞ്ഞു തരുന്നത്. ഞങ്ങൾക്കിത് പറഞ്ഞതുകൊണ്ട് പ്രത്യേക നേട്ടമൊന്നുമില്ല. പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ എന്ന് പറയാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഈ ആദർശം എത്തിച്ചു കൊടുക്കാൻ പ്രഭാതം മുതൽ എന്റെ സഹോദരങ്ങൾ വീടാന്തരം കയറി ഇറങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ നാടുകളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാലകളാണ്. കുറെ മാലുണ്ട്. ഏറ്റവും പഴക്കമുള്ള മാലയാണ് മുഹിയുദ്ദീൻ മാല. ഏറ്റവും പഴക്കമുള്ള മാല മുഹിയുദ്ദീൻ മാല. അതിനുശേഷമാണ് ബാക്കിയുള്ള എല്ലാ നൂലാമാലകളും കടന്നു വന്നിട്ടുള്ളത്. ഈ മുഹിയുദ്ദീൻ മാല എന്നാണ്ടായത്? ആ മുഹിയുദ്ദീൻ മാല ഉണ്ടായത് പ്രിയമുള്ളവരെ
ഉണ്ടാക്കിയതാരാ? കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടുള്ള കാളി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഉണ്ടാക്കിയത്. ഉണ്ടോ? 400 ചില്ലറ വർഷമായിട്ടുള്ളൂ. 400 ചില്ലറ വർഷമേ അതിന് ആയിട്ടുള്ളൂ. അതിന്റെ അപ്പുറമുള്ള ഒരു മനുഷ്യനത് പരിചയമല്ല. ഉണ്ടോ? ഇത് ഞാൻ പറയണതല്ല, ഉണ്ടാക്കിയ ആൾ എന്നെ പറഞ്ഞെന്താ? കണ്ടന്നറിവാളൻ കാട്ടിത്തരും പോലെ കാളി മുഹമ്മദ നവർഗീള എന്നോവർ കോഴിക്കോട്ടെ തൂറ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ അവർ സ്വന്തമായി തിന്നും ബഹജ കിതാബിന്നും അങ്ങനെ തക്മീല തന്നീന്നും കണ്ടോവർ. ഉണ്ടോ? അവരെന്നെ പറഞ്ഞതാണ്. എവിടുന്ന് ഉണ്ടാക്കിയതാണ്? കാളി മുഹമ്മദ്. കാളി മുഹമ്മദാണ് നവർഗീള എന്നോവർ. കാളി മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരുണ്ടാക്കിയതാണ് 1607. ഉണ്ടോ? നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊന്നും ഈ മുഹിയുദ്ദീൻ മാല ഏറ്റവും പഴക്കമുള്ള മാല, അതിന്റെ അപ്പുറമാണ് മഞ്ഞക്കുളം മാല, മറ്റുള്ള നൂലാമാലയൊക്കെ. ഈ പഴക്കമുള്ള മാല ഉണ്ടാക്കിയത് എപ്പോഴാ? 400 ചില്ലറ വർഷമായിട്ടുള്ളൂ. അപ്പൊ സഹാബത്ത് മാല ചൊല്ലിയോ? ഇല്ല. ചൊല്ലിയോ? ഇല്ല. താബികൾ ചൊല്ലിയോ? ഇല്ല. താബികൾ ചൊല്ലിയോ? ഇല്ല. അവര് മാല കണ്ടിട്ടേ ഇല്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ചൊല്ലിയിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ചൊല്ലിയിട്ടുണ്ടോ? ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് ചൊല്ലിയിട്ടുണ്ടോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ചൊല്ലിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, കാണാൻ കഴിയില്ല. വെറും 400 ചില്ലറ വർഷമായിട്ടുള്ളൂ ഈ മാല വന്നിട്ട്. ഉണ്ടോ? ഇതാണ് ഇതിന്റെ അവസ്ഥ. ഈ നോക്കൂ നിങ്ങൾ, ബുർദ. മുസ്ലിം സമുദായത്തിൽ കല്യാണം ഉണ്ടെങ്കിൽ അവിടെ മൂല്യമാരെ പാട്ടാണ് അല്ലെ? ബുർദ പാടായ ബുർദത്ത് ബൂസീരി എന്ന് പറയുന്ന ഒരു നേർച്ചപ്പാട്ടാണ്. നോക്കൂ നിങ്ങൾ, ആ ബുർദയുണ്ടാക്കിയ ബൂസീരി ജനിക്കുന്നത് ഹിജ്റ 608-ലാണ്. ഹിജ്റ 608-ലാണ്. അയാൾ മരിക്കുന്നത് ഹിജ്റ 696-ലാണ്. ബുർദ, പ്രിയമുള്ളവരെ, മുസ്ലിം സമുദായത്തിലുള്ള ആളുകളെ കൊണ്ട് പുരോഹിതന്മാർ ചൊല്ലിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരിൽ പണം പറ്റിക്കൊണ്ടിരിക്കുന്നവരല്ലേ? എങ്കിൽ നിങ്ങൾ ചിന്തിക്ക്, ഹിജ്റ 608 ജനിച്ച ബൂസീരി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ ഈ ബുർദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ടില്ല, സ്വഹാബത്ത് കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല, താബികൾ കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല, തബഉ താബികൾ കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല, 4 ഇമാമുമാരും കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല. ഇതാ മുജാഹിദുകൾ, സലഫികൾ പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമല്ല, അതുകൊണ്ട് ഇസ്ലാമല്ല. ഉണ്ടോ? അതാണ് സലഫികൾ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും പ്രത്യേകമായി കൊണ്ട്, പ്രിയമുള്ളവരെ, മുജാഹിദുകൾക്ക് ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇനി നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ഏതൊരു ചെറിയ വിഷയത്തിലും ഒരു മാറ്റത്തിരുത്തലുകൾ വരുത്താൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. അത് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, നിങ്ങളെ ഈ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കപ്പായിലേക്ക് പോകുമ്പോൾ നടത്തേണ്ട പ്രാർത്ഥന ബറാഉ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബറാഉ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിന് കിടക്കപ്പായിൽ ചെന്നാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ പ്രാർത്ഥിച്ചു കൊടുത്ത ആ പ്രാർത്ഥന അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചു ചൊല്ലിക്കുകയാണ്. ആ തിരിച്ചു ചൊല്ലിക്കുമ്പോൾ അദ്ദേഹം ആ പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത ആ ഒരു ലഫ്ദിൽ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ടാണ് ബറാഉ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചൊല്ലിക്കൊടുത്തത്. ആ പ്രാർത്ഥനയിലുള്ള വബി നബിയിക്കല്ലദീ അർസൽത എന്ന് പറയേണ്ട സ്ഥലത്ത് ബറാഉ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചൊല്ലിക്കൊടുത്തത് വബി റസൂലിക്കല്ലദീ അർസൽത, നബിയിക്ക എന്ന് പറയേണ്ടടുത്ത് റസൂലിക്ക എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി കൊടുക്കുകയാണ്. നബിയിക്ക എന്നല്ല ബറാഅേ, മറിച്ച് റസൂലിക്ക എന്നാണ് നീ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. എന്തേ കാരണം? അത് വഹിയാണ്. ആ ലഫ്ള് പോലും മാറ്റാൻ അനുവാദമല്ല. അതുകൊണ്ടാണ്, അത് വഹിയായതുകൊണ്ടാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കുറച്ചാളുകൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അവർ ദിക്റുകൾ ചൊല്ലുകയാണ്. പള്ളിയിൽ ഇരുന്നു കൊണ്ട് അവർ ദിക്റുകൾ ചൊല്ലുകയാണ്. അവരുടെ കൈകളിൽ കല്ലുകളുണ്ട്. ആ കല്ലുകൾ കൊണ്ട് എണ്ണം പിടിച്ചുകൊണ്ടാണ് അവർ ദിക്റുകൾ ചൊല്ലുന്നത്. അതിൽ ഒരാൾ പറഞ്ഞു, ഹല്ലിലൂ മിആ, നിങ്ങൾ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. അങ്ങനെ അവരതാ ആ കല്ലുകൊണ്ട് എണ്ണം പിടിച്ച് വട്ടത്തിലിരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണ്. അങ്ങനെ എണ്ണം പിടിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർ പറഞ്ഞു, സബ്ബിഹൂ മിആ, നിങ്ങൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലുക. അങ്ങനെ അത് ചൊല്ലിക്കൊണ്ടു കൊടുത്തിരിക്കുക. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാണ്.
അദ്ദേഹം ഇത് കാണുകയാണ്. അദ്ദേഹം വേഗം ഏറ്റവും ഇൽമുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ദാ പള്ളിയിൽ ഇരുന്നു കൊണ്ട്, ഹൽഖ ഇരുന്നു കൊണ്ട് ചില ആളുകൾ കല്ലുകളിൽ എണ്ണം പിടിച്ചുകൊണ്ട് അവർ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിലാണ് എന്താ പറയാ, എന്തൊരു നന്മയാ ചെയ്യുന്നത്, നമുക്കും അതിൽ കൂടിക്കൊടുക്കാം അല്ലേ? എന്നാൽ അബൂ മുസ്അ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് പള്ളിയിലേക്ക് വരികയാണ്. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അവർ പറഞ്ഞു, നന്മയാണ്, ഖൈറാണ്, നന്മയാ ഞങ്ങൾ ചെയ്യുന്നത്, ദിക്റുകൾ ചൊല്ലുകയാണ്. അപ്പോൾ അവരോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൈഹകും യാ ഉമ്മത്ത് മുഹമ്മദ്, മുഹമ്മദിന്റെ സമുദായമേ നിങ്ങൾക്ക് നാശമാണ്. മാ അസ്റഉ ഹലക്തകും, എത്ര പെട്ടെന്നാ നിങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹഉലാഇ സ്വഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. വആനിയതുഹു ലം തുക്സർ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ ഇതുവരെ പൊട്ടിയിട്ടില്ലല്ലോ. വസിയാബുഹു ലം തുബിലാ, അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇതുവരെ തുരുമ്പിയിട്ടില്ല. അതിന്റെ മുമ്പേ നിങ്ങൾ ബിദ്അത്ത് ഉണ്ടാക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിക്ർ ചൊല്ലിയിരുന്ന ആളുകളെ പള്ളിയിൽ നിന്ന് അട്ടിപ്പുറത്താക്കുകയാണ്. എന്തേ, ദിക്റിന് വല്ല കുഴപ്പമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? സുബ്ഹാനല്ലാഹ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. എപ്പോഴും നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം, എപ്പോഴും സുബ്ഹാനല്ലാഹ് ചൊല്ലാം, എപ്പോഴും അല്ലാഹു അക്ബർ പറയാം. പക്ഷേ ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചുകൊണ്ട്, ഒരു പ്രത്യേക എണ്ണം നിശ്ചയിച്ചുകൊണ്ട്, ഒരു പ്രത്യേക സ്ഥലത്തിരുന്നു കൊണ്ട് അങ്ങനെ ചൊല്ലണമെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ടാകണം. അതുകൊണ്ടാ അവർ ആട്ടിവിട്ടത്. സഹാബത്ത് ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദിക്റുകൾ ചൊല്ലുന്നവരെ ആട്ടിവിട്ടത്. അതാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയോ നമ്മുടെ നാടുകളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മറ്റൊന്ന് കണ്ടോ, ദീനിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ ഒരാൾക്കും അനുവാദമല്ല. അതുകൊണ്ട് ആ സഹാബത്ത് ദിക്റുകൾ ചൊല്ലിയവരെ പള്ളിയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സ്ഥലവും സമയവും അവർ നിശ്ചയിച്ചുകൊണ്ട് അത് ചൊല്ലിയത് കണ്ടോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദിക്ർ പോലും അറിയോ, 3 വ്യക്തികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് ശബ്ദം ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനകളെ കുറിച്ച് ചോദിക്കുകയാണ്. നമ്മുടെ മാതാവ് പ്രവാചക പത്നി അത് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ അവർ തീരുമാനിച്ചു, മഅസൂമായ പ്രവാചകൻ ഇത്രയധികം നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ചെയ്താൽ പോരാ, അതിനേക്കാൾ കൂടുതൽ നന്മ നമ്മൾ ചെയ്യണം. അങ്ങനെ 3 പേരും ശപഥം ചെയ്യുകയാണ്. എന്താ അവർ ശപഥം ചെയ്തത്? ഞാൻ ഇനി രാത്രി നമസ്കാരത്തിലാണ്, രാത്രി ഇനി ഉറങ്ങുകയില്ല, എല്ലാ ദിവസവും രാത്രി നമസ്കരിക്കും. പുണ്യകരമായ ഒരു ശപഥമല്ലേ അത്? രണ്ടാമത്തെ വ്യക്തി അതാ ശപഥം ചെയ്യുകയാണ്, ഇനി എല്ലാ പകലും ഞാൻ നോമ്പെടുക്കും, നോമ്പില്ലാത്ത ഒരു പകൽ എനിക്കുണ്ടാവുകയില്ല. നന്മയാണ് അവർ ശപഥം ചെയ്തത്. മൂന്നാമത്തെ വ്യക്തി ശപഥം ചെയ്യുകയാണ്, ഞാൻ ഇനി വിവാഹം കഴിക്കില്ല. വിവാഹം കഴിക്കുക, കുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതരംഗത്ത് നിന്ന് പലതിലും മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കില്ല. മൂന്നാമത്തെ വ്യക്തി ശപഥം ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വീട്ടിലേക്ക് വന്നപ്പോൾ ഈ നിലക്കുള്ള ശപഥം ചെയ്ത 3 വ്യക്തികൾ ഇവിടെ വന്നതായി പ്രവാചക പത്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ആ 3 പേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിക്കുകയാണ്. 3 പേരെയും വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ ഇങ്ങനെയെല്ലാം ശപഥം ചെയ്തത്? അവർ പറഞ്ഞു, അതേ നബിയേ, ഞങ്ങൾ നന്മയാണ് ഉദ്ദേശിച്ചത്. അടിവരയിട്ടുകൊണ്ട് കേട്ടോളൂ, ആ 3 പേരും നന്മക്ക് വേണ്ടിയാ ശപഥം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്താ പറഞ്ഞത്? ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, എനിക്ക് നോമ്പുള്ള പകലുണ്ട്, നോമ്പില്ലാത്ത പകലുണ്ട്, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, എന്റെ സുന്നത്തിനോട് ആരാണോ വിമുഖത കാണിക്കുന്നത്, വെറുപ്പ് കാണിക്കുന്നത്, അവൻ എന്നിൽ പെട്ടവനല്ല. കേട്ടോ, നന്മയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അപ്പുറം ചെയ്യാൻ ഒരാൾക്കും അനുവാദമില്ല. ഇനി നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ നേർച്ചപ്പാട്ടായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാല മൗലൂദുകൾ, എന്താ അതിന്റെ അവസ്ഥ? ആരായി മൗലൂദ് കൊടുന്നത്? അല്ലേ, മൗലൂദ് കഴിക്കുന്ന ഏർപ്പാട് എന്നാ ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലൂദ് കഴിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് കഴിച്ചിട്ടുണ്ടോ? താബികൾ കഴിച്ചിട്ടുണ്ടോ? തബഉ താബികൾ കഴിച്ചിട്ടുണ്ടോ? ഇവർക്കൊന്നും പ്രിയമുള്ളവരെ മൗലൂദ് പരിചയമില്ല. ആരാ പറഞ്ഞത്? മൗലൂദ് കഴിക്കണമെന്ന് പറഞ്ഞ തഅവയാണ് പറഞ്ഞത്. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 ശേഷം വന്നതാണ് മൗലൂദ് കഴിക്കുക എന്നുള്ള ഏർപ്പാട്.
അതെങ്ങനെയാണ് ഇസ്ലാമാകുക? അതെങ്ങനെയാണ് ഇസ്ലാമാകുക? ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ, സഹാബത്തിന് പരിചയമുള്ളതല്ലേ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ചൂണ്ടിക്കൊണ്ടാ പറഞ്ഞത്, ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ലാ യകൂനൽ യൗമ ദീനാ. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമ്പോൾ ദീനല്ല, ആ ദീൻ എന്താണോ അതാണ് ദീന്, അതല്ലാത്തത് ഇനി ദീനാവൂല. കേട്ടോ, അന്ന് എന്താണോ ദീന് അതന്നെ എന്നും ദീന്, അല്ലാതെ ഒരു പുതിയതൊന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലൂദ് ഓതിയിട്ടില്ല, സ്വഹാബത്ത് ഓതിയിട്ടില്ല, താബികൾ ഓതിയിട്ടില്ല. അവരല്ലേ ഔലിയാക്കൾ, അവരല്ലേ ഉത്തമർ, അല്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് അത് ഇസ്ലാമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ നമ്മുടെ നാടുകളിലാണ് ഖബർ കെട്ടിപ്പൊക്കൽ. ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ദുരാചാരങ്ങളാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അവിടെ ഔലിയാക്കൾ ഇല്ലാത്തത് കൊണ്ടാണോ ഖബർ കെട്ടിപ്പൊക്കാതിരുന്നത്? ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാണ്? ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാ? പ്രിയമുള്ളവരെ സ്വഹാബത്തല്ലേ. ഒന്നാമത്തെ വലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? രണ്ടാമത്തെ വലിയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ? മൂന്നാമത്തെ വലിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. നാലാമത്തെ വലിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അശ്റത്തുൽ മുബശ്ശിരീങ്ങളാണ്, സ്വഹാബത്താണ്. അവരാണ് ഏറ്റവും വലിയ ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ ഖബറുകൾ പൊങ്ങിയിട്ടില്ല. അല്ലേ, ഔലിയാക്കളില്ല, ഉണ്ട്, ഔലിയാക്കളുണ്ട്. അതാ ഇസ്ലാം പഠിപ്പിച്ചത്. ഔലിയാക്കളെ ബഹുമാനിക്കണ്ടേ, ബഹുമാനിക്കണം, ആദരിക്കണ്ടേ, ആദരിക്കണം. ആരാണ് ഔലിയാക്കൾ? ആരാണ് ഔലിയാക്കൾ? ഖുർആൻ പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയണം നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ഔലിയാക്കളെ കുറിച്ച് അല്ലാഹ് പറയാണ്. ആരാണ് വലിയെന്ന് അല്ലാഹ് പറയുന്നത്? അലാ, നിങ്ങൾ അറിയണം, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാണ്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. അല്ലദീന ആമനൂ, അവർ ഈമാനുള്ളവരാണ്. വകാനൂ യത്തഖൂൻ, അവർ തഖ്വയുള്ളവരാണ്. അവരാണ് ഔലിയാക്കൾ. ആ വലിയുകളിൽ ഏറ്റവും പ്രധാനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാതിരുന്നിട്ടില്ല, നോമ്പെടുക്കാതിരുന്നിട്ടില്ല, നോമ്പെടുക്കുന്നവരെ മുറിപ്പിച്ചിട്ടില്ല, അവിടുന്ന് 70 തടിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അവിടുന്ന് പ്രിയമുള്ളവരെ അവിടുത്തെ വീടിന്റെ മുന്നിൽ ആളുകൾ ക്യൂ നിന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ കുറ്റിയടിക്കാൻ വേണ്ടി, കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ കൂട്ടുനിന്നിട്ടില്ല, കാത്തുനിന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ പച്ചക്കൊടി കെട്ടിയിട്ടില്ല, അവിടെ പ്രത്യേകമായ എന്തെങ്കിലും കാണിക്കകൾ അർപ്പിക്കപ്പെട്ടിട്ടില്ല, അവിടെ ഏതെങ്കിലും നിലക്കുള്ള നേർച്ചപ്പെട്ടികൾ ഉണ്ടായിട്ടില്ല, അവിടെ ഏതെങ്കിലും നിലക്കുള്ള നേർച്ച വഴിപാടുകൾ ഉണ്ടായിട്ടില്ല. അവരാ ഔലിയാക്കള്, അല്ലേ? നമ്മുടെ നാട്ടിലോ ഔലിയാക്കളുടെ പ്രത്യേകത എന്താ? ഔലിയാക്കളുടെ പ്രത്യേകത അവർക്ക് ഊരും പേരും ഇല്ല, അഡ്രസ് ഇല്ലാത്തവരാണ്, അല്ലേ? അഡ്രസ് ഇല്ലാത്തവരാണ്. അതാ നമ്മളല്ല പറയുന്നത്, ഇവർ തന്നെ എഴുതി വിടുകയാണ്. ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാനർ നിറഞ്ഞുള്ള നാട് അത്, വെളിയങ്കോട്ടും മരുകാളി കുഞ്ഞിമറക്കാർ ഷഹീദോരും ബഹുമാനേരൊക്കെ പെറ്റ നാട്. മുനമ്പത്ത് ബീവിയുടെ കറാമത്താണ്. എന്താ കറാമത്ത്? ഊരും പേരും അറിയില്ല, അതാ ഒന്നാമത്തെ കറാമത്ത്. അഡ്രസ് ഇല്ല, ഒരു ശവം മുനമ്പത്ത് വന്നടിഞ്ഞതാണെന്ന് അവരുടെ പുസ്തകത്തിൽ എഴുതി വിട്ടിട്ടുണ്ട്, അല്ലേ? അങ്ങനത്തെ ഔലിയാക്കളെ സലഫികൾ അംഗീകരിക്കാറില്ല. ഇസ്ലാമിൽ ഔലിയാക്കൾക്ക് അഡ്രസ് ഉണ്ട്, അഡ്രസ് ഉണ്ട്. അഡ്രസ് ഇല്ലാത്തവരല്ല, എന്തെങ്കിലും പേര് വെക്കപ്പെട്ടവരല്ല, എന്തെങ്കിലും പേരില്ലാത്ത ആൾക്കാരല്ല. ോ ഈ ഔലിയാക്കളുടെ പേര് പറഞ്ഞിട്ടാണ് ഖബർ കെട്ടിപ്പൊക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബറു വ അൻ യുഖഅദ അലൈഹി വ അൻ യുബ്നാ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊക്കുന്നത്, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നത്, അതിൽ കുമ്മായമിടുന്നത്, അതിന്മേൽ ഇരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ഖബർ കെട്ടിപ്പൊക്കൽ, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കൽ, അതിൽ കുമ്മായമടിക്കൽ, അതിന്മേൽ ഇരിക്കൽ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്, അനുവദിച്ചിട്ടില്ല. അപ്പൊ അത് ചെയ്യുന്നവർ എങ്ങനെയാണ് പ്രിയമുള്ളവരെ സുന്നത്തിന്റെ ആളുകളാകുന്നത്? അല്ലേ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി മാത്രമല്ല, കെട്ടി ഉയർത്തിയ ഖബറുകളെല്ലാം തട്ടി നിരപ്പാക്കണമെന്നാണ്. അതാണ് സഹാബത്ത് ചെയ്തിട്ടുള്ളത്. വിശദീകരിക്കാൻ സമയമില്ല. ഇനി എത്രയാണ് ഒരു ഖബർ പൊങ്ങേണ്ടത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റുഫിഅ ഖബറുഹു മിനൽ അർളി നഹവൻ മിൻ ശിബിരിൻ. ഒരു ചാണ് ഖബറാണെന്നറിയാൻ ഒരു ചാണാണ് ഉയരേണ്ടത്. ഇനി നോക്കൂ, നിങ്ങൾ ഇവിടെ ശാഫി മദ്ഹബുകാരല്ലേ? ഇവിടെ ഈ ഖബർ കെട്ടിപ്പൊക്കുകയും അവിടെ ജാറ് മൂടുകയും അവിടെ തവാഫ് ചെയ്യുകയും
അവിടെ പല നിലക്കമുള്ള ഉറൂസുകളും ചന്ദനക്കുടങ്ങളും നടത്തുകയും ആനവരവും പെട്ടിവരവും വെടിക്കെട്ടുകളും. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, ഇസ്ലാമിന്റെ പേരിലാ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ എത്ര സഹാബത്ത് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഔലിയാക്കളല്ലേ അവർ. അവിടെ ജാറമൂടൽ ഉണ്ടായിട്ടുണ്ടോ? അവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ടോ? അവിടെ ഏതെങ്കിലും നിലക്കുള്ള ഉറൂസ് നടന്നിട്ടുണ്ടോ? ആനവരവുണ്ടായിട്ടുണ്ടോ? കരിമരുന്ന് പ്രയോഗം ഉണ്ടായിട്ടുണ്ടോ? പെട്ടിവരവുണ്ടായിട്ടുണ്ടോ? നേർച്ചപ്പെട്ടികൾ ഉണ്ടായിട്ടുണ്ടോ? ചിന്തിക്കണേ സാധാരണക്കാരായ മുസ്ലിങ്ങളെ, ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണ്. എന്നിട്ട് നിങ്ങൾ ആ സുന്നത്ത് ജമാഅത്ത് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പരലോകം വരാനുണ്ട്, ഒരു മഹ്ശറ വരാനുണ്ട്, ഒരു വിചാരണ വരാനുണ്ട് എന്നുള്ള ഓർമ്മയുണ്ടാകണം. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഖബർ കെട്ടിപ്പൊക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അതെ, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടുത്തെ അവസാന സമയത്ത് പറയുന്നത്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ. ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. എന്താണ് ആ ശാപത്തിന് കാരണം? ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കി. പ്രവാചകന്മാരുടെ ഖബറാണ്, സാധാരണക്കാരുടെ ഖബറല്ല. പ്രവാചകന്മാരുടെ ഖബറാണ് അവർ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കിയത്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ സമീപ പ്രദേശങ്ങളിലൊക്കെ എത്രയെത്ര ഖബറുകളാ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? അവിടുന്ന് ശാപത്തിന് അർഹരായ ആളുകളുടെ സംസ്കാരം എന്ന് പഠിപ്പിച്ച കാര്യമാണ്. പ്രിയമുള്ളവരെ, അറിഞ്ഞോ അറിയാതെയോ ഇവിടുത്തെ മുസ്ലിം സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ള ഇസ്ലാമിന്റെ സംസ്കാരമല്ല, അത് ജൂതന്റെ സംസ്കാരമാണ്. ഇനി രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതാണ്, അന്ന സുന്നത അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറാ വലാ യുസന്നം ബൽ യുർഫഉ നഹവ ശിബ്രിൻ വയുസത്തഹ്. ഹദാ മദ്ഹബു ഷാഫിഈ വമൻ വാഫഖഹു. ഷാഫി മദ്ഹബ് കേട്ടോളി. ഷാഫി മദ്ഹബും ഖബർ കെട്ടിപ്പൊക്കണം എന്ന് പറയണില്ല. നമ്മുടെ നാട്ടിൽ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ നിൽക്കുന്നത് ഈ ഖബർ കെട്ടിപ്പൊക്കുന്നവർ, ഉറൂസ് നടത്തുന്നവർ അല്ലേ. ഖബർ ലേലം ചെയ്യാ കോടികൾക്ക് വരുമാന മാർഗമാണ് ശവങ്ങൾ. ശവങ്ങളെ വരുമാന മാർഗമാക്കി മാറ്റുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരോടുമുള്ള വെറുപ്പ് കൊണ്ട് പറയുകയല്ല, എത്ര നികൃഷ്ടമായ വിശ്വാസമാണത് അല്ലേ. വരുമാനമുണ്ടാക്കുകയാണ്. മരിച്ച മനുഷ്യരുടെ മയ്യത്ത് മറമാടിക്കൊണ്ട് അവിടെ കല്ലും മണലും വെച്ച് കെട്ടി അവിടെ പല കറാമത്തുകളും പറഞ്ഞുകൊണ്ട് ആളുകൾ അതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നവർ, അന്യായമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതേ പാതിരിമാരും പുരോഹിതന്മാരും ആളുകളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഷാഫി മദ്ഹബ് പോലും പറഞ്ഞെന്താ? അന്ന സുന്നത, സുന്നത്ത് പ്രവാചകചര്യ, അന്നൽ ഖബറ, ഖബർ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറാ. ഖബർ ഭൂമിയിൽ നിന്ന് അധികം ഉയർത്തിക്കൂടാ. വലാ യുസന്നം, അതിന്റെ മുകൾ ഭാഗം കൂർപ്പിച്ച് നിർത്തിക്കൂടാ. ബൽ യുർഫഉ നഹവ ശിബ്രിൻ വയുസത്തഹ്, ഒരു ചാൺ ഉയർത്തിയതിനു ശേഷം അതിന്റെ മുകൾ ഭാഗം പരത്തി വെക്കണം. വഹദാ മദ്ഹബു ശാഫിഈ, വഹദാ മദ്ഹബു ശാഫിഈ, വഹദാ മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു. അതാണ് ഷാഫി മദ്ഹബ്. അതാണ് ഷാഫി മദ്ഹബ്. നിങ്ങൾ കേട്ടോളി, അതാ ഷാഫി മദ്ഹബ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എന്താ? ഷാഫി മദ്ഹബല്ല, ശിഈ മദ്ഹബാണ്. ഖബർ ആദ്യം കെട്ടിപ്പൊക്കിയത് ഷിയാക്കളാണ്. ഷിയാക്കളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കെട്ടിപ്പൊക്കിയത്. അല്ലാതെ ഇസ്ലാമിന് അതിലെ സ്ഥാനമില്ല. പ്രിയമുള്ളവരെ, ഇനി നോക്കൂ നിങ്ങൾ, ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിന്റെ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇത് വായിക്കുന്നത്? ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേരളത്തിന്റെ പുറത്തും ഈ ശവക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ വിശ്വാസങ്ങളെ തകർത്ത് ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ പോയി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പാവപ്പെട്ട സഹോദരങ്ങൾ. അവിടെ പോയി തവാഫ് ചെയ്യുകയാണ്, അവിടെ പോയി ജാർമൂടുകയാണ്, അവിടേക്ക് കാണിക്കയർപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമായി ഇത്തരം ഖബറുകളെ നോക്കിക്കാണുകയാണ് മുസ്ലിം സമുദായത്തിലുള്ള പാവപ്പെട്ട ആളുകൾ. ഈ പുരോഹിതന്മാർ ഈ പാവപ്പെട്ട മനുഷ്യരെ വഴിപിടപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പോലും പറഞ്ഞത്, വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹി അളറു മിൻ മസ്ജിദിൽ ളിറാർ لأنها أسست على معصية رسول الله صلى الله عليه وسلم لأنه نهى عن ذلك. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ കിതാബിൽ എഴുതി വെച്ചതാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കിതാബിലുള്ളതല്ല, മൗലവിമാർക്ക് തോന്നിയതാണ് അല്ലേ. കിതാബിൽ എന്താ പറഞ്ഞത്? ഷാഫി മദ്ഹബിലെ കിതാബിൽ പറഞ്ഞത്, വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ, കെട്ടിപ്പൊക്കിയ ഖബറുകളും അതിന്മേലുണ്ടാക്കിയ കുബ്ബകളും പൊളിച്ചു നീക്കൽ വാജിബാണ്. അതാ ഷാഫി മദ്ഹബ്. അതാണ് ഷാഫി മദ്ഹബ്. വാജിബാണ്, നിർബന്ധമാണ്.
ഇത് അലറു മിൻ മസ്ജിദുൽ ദിറാർ, അത് മുനാഫിഖുകൾ ഉണ്ടാക്കിയ മസ്ജിദുൽ ദിറാറിനേക്കാൾ അപകടം പിടിച്ചതാണ്. കണ്ടോ, ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് അതെല്ലാം ഉയർത്തപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ട്. വഅമറ ബിഹദ്മിൽ ഖുബൂരിൽ മുശ്രിഫ, ഉയർത്തപ്പെട്ട ഖബറുകൾ പൊളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഷാഫി മദ്ഹബാണ്, ഷാഫി മദ്ഹബാണ്. ഗ്രന്ഥം എഴുതി വെച്ചോളൂ. വസ്സവാജിർ ആരുടെ ഗ്രന്ഥമാണ്? ഇബ്നു ഹജർ അൽ ഹൈതമി പള്ളി ദർസുകളിൽ ഇവർ പഠിപ്പിക്കുന്ന പണ്ഡിതന്റെ ഗ്രന്ഥമാണ്. കണ്ടോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൊളിച്ചു നീക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് തീർന്നില്ല. വതജിബു വാജിബാണ് ഇസാലത കുല്ല കിൻദീലിൻ വസിറാജിൻ അലാ ഖബറിൻ, ഖബറിന്റെ അടുക്കൽ വെച്ചിട്ടുള്ള തിരികളും വിളക്കുകളും നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വലാ യസിഹു വഖഫഹു വനദറഹു, അത് വഖഫ് ചെയ്യാനോ നേർച്ചയാക്കാനോ പാടില്ല. നിങ്ങൾ അന്വേഷിക്ക്, ഈ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് മഞ്ചേശ്വരം അല്ല മംഗലാപുരം വരെ നിങ്ങൾ നോക്ക്, ഖബറിന്റെ അടുക്കൽ തിരി കത്തിച്ചു വെച്ചവർ ആരാണ്? വിളക്ക് കത്തിച്ചു വെച്ചവർ ആരാണ്? അവിടേക്ക് ഇതെല്ലാം നേർച്ചയാക്കുന്നവർ ആരാണ്? ഇത് പാടുണ്ട് എന്നാണോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അല്ല പ്രിയമുള്ളവരെ, അത് ജൂതന്മാരുടെ ഏർപ്പാടാണ് എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാലോ ഖബർ സിയാറത്തില്ലേ ഉണ്ട്, ഖബർ സിയാറത്തുണ്ട്. ഇതിനെ വിമർശിക്കുമ്പോൾ ആളുകൾ പറയാറുള്ളത് എന്താ? ഇവർ ഖബർ സിയാറത്ത് ചെയ്യാത്തവരാണ്. അല്ല, സിയാറത്ത് ടൂറില്ല എന്ന് ഞങ്ങൾ പറയാറുള്ളൂ. ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിനാ ഖബർ സിയാറത്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹാ, ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു, അറിയണം. ഇനി മുതൽ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക. അതെന്തിനു വേണ്ടിയാണ്? തുദക്കിറുകുൽ മൗത്ത്, മരണത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കാനാണ്. നിങ്ങൾക്ക് മരണചിന്തയുണ്ടാക്കാനാണ്. അതാണ് ആര് ഖബർ സിയാറത്തിന് പോകുന്ന മുഅ്മിൻ എന്താ പറയണത്? അസ്സലാമു അലൈക്കും യാ അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളുമായി ചേരേണ്ടവരാണ്. ഈ മരണചിന്ത ഉണ്ടാക്കാനാ ഖബർ സിയാറത്ത്. മറ്റു റിവായത്തുകളിൽ കാണാം ഫഇന്നഹാ തുദക്കിറുകുൽ ആഖിറ, ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കാനാണ്. ഫഇന്നഹാ തുദ്മിഉൽ ഉയൂൻ, കണ്ണുകളെ ഇറനീക്കാനാ, അല്ലാതെ മുറാദാസിലാകാനല്ല ഖബർ സിയാറത്ത്. നമ്മുടെ നാട്ടിലെ സിയാറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഖബർ ആരാധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഓരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ വിശദീകരിച്ചാൽ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഖുത്ബയുടെ ഭാഷ അല്ലേ, മലയാളത്തിൽ ഖുത്ബ നടത്തുന്നുണ്ട്, എന്താ അതിനുള്ള തെളിവ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു. കണ്ടോ, യുദക്കിറുന്നാസ്, കണ്ടോ, യഖറഉൽ ഖുർആൻ വയുദക്കിറുന്നാസ്, ഖുർആൻ ഓതും എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അത് കേട്ടിട്ടാ അവർ ദീൻ പഠിച്ചത്. കണ്ടോ, നമ്മുടെ നാട്ടിലെ ചൊല്ലുന്ന ഖുത്ബയുടെ പ്രത്യേകത എന്താ? അത് മിസ്രിലുള്ള ഇബ്നു നബാത്ത എന്ന് പറയുന്ന, ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന വ്യക്തി എഴുതിണ്ടാക്കിയതാ, അല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഖുത്ബയല്ല. അതിങ്ങനെ വായിക്കാണ്. അദ്ദേഹം ആ കാലത്ത് ആ കാലഘട്ടത്തിനനുസരിച്ചുണ്ടാക്കിയ ഖുത്ബയാണത്. അത് നമ്മുടെ പള്ളി മെമ്പറിൽ നിന്ന് അറബിയിൽ ഇങ്ങനെ വായിക്കണമെന്നുള്ളൂ. ണ്ടോ, അതുകൊണ്ട് സുഹൃത്തുക്കളെ, അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുത്ബ നടത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങി സ്ത്രീ ജമാഅത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണ്. പല പള്ളികളിലും ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം എന്ന് പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹറാമായിരുന്നുവെങ്കിൽ എല്ലാ കാലത്തും അത് ഹറാമാകണ്ടേ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിലില്ലേ, ഇൻഷാ അല്ലാഹ് അവർ ശരിയാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആരെയും പ്രതിപക്ഷത്തിരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ദീൻ പഠിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പഠിക്കണം, അല്ലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കണം, വിശുദ്ധ ഖുർആൻ പഠിക്കണം. ദീൻ പഠിച്ച് അവിടുന്ന് എന്താണോ ദീനായി പഠിപ്പിച്ചത് അത് മതമായി ആചരിക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം നാളെ ഒരു പാരത്രികമായ ലോകം വരാനുണ്ട്. അവിടെ സുഹൃത്തുക്കളെ രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഈ ജീവിതത്തെക്കാൾ വലിയ ജീവിതമാണ്, അന്ത്യമില്ലാത്തൊരു ലോകത്തേക്കാണ് മരണത്തോടുകൂടി നമ്മൾ കടന്നു പോകാനുള്ളത്. ഇവിടെ ആരുടെ മുമ്പിലും ന്യായീകരണങ്ങൾ നടത്താം, ആരുടെ മുമ്പിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷേ മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഇഷ്ടാനുസരണം ജീവിക്കാൻ കഴിയുന്ന ലോകമല്ല. അവിടെ പടച്ചറബിന്റെ കോടതിയിൽ അക്കമിട്ട് മറുപടി പറയേണ്ടി വരും. അള്ളാന്റെ കോടതിയിൽ ഓരോന്നോരോന്നായി പടച്ചറബിന്റെ കോടതിയിൽ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതെ, അള്ളാഹു കൈകൾ കൊണ്ട് സംസാരിപ്പിക്കും, കാലുകളെ സാക്ഷി നിർത്തും. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും, അവരുടെ വായ്ക്ക് നാം സീൽ വെക്കും, അവരുടെ കൈകൾ സംസാരിക്കും. അങ്ങനെ ഒരു ലോകത്തേക്കാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അവിടെ രക്ഷപ്പെടണം പ്രിയമുള്ളവരെ. അതിനുവേണ്ടിയാണ് ഇത്രയധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ പോഷകടങ്ങളും ആത്മാർത്ഥമായി കൊണ്ട് ആളുകൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും ഇത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരും ഞങ്ങളെ കൈനീട്ടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കാർക്കുമില്ല. അതെ, ഏറ്റവും പ്രയാസകരമായ വഴിയിലൂടെയാണ് ഈ ആദർശ പ്രബോധന രംഗത്ത്
ലോകത്ത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പരലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്. പ്രവാചകന്മാർ നടന്ന പാതയാണ് ഇത് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേട്ട എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കണം, പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്നിട്ട് നാളെ പരലോകത്ത് വിജയിക്കാൻ അനിവാര്യമായ അള്ളാഹുവിന്റെ ദീൻ എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.